ജോണിക്കുട്ടി രാവിലെ പോവാണ്. അതായത് ഡിസംബർ ക്രിസ്മസും ന്യൂ ഇയർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ജോണിക്കുട്ടി ഫസ്റ്റ് ഡേക്കറി പോകണം. എക്സൈറ്റഡ് ആണോ? അപ്പൊ ജോണിക്കുട്ടി രാവിലെ ഫുഡ് എവിടെ നിന്ന് കഴിക്കുന്നത്? വീട്ടിൽ നിന്ന് കഴിക്കുമോ ഡേക്കറിയിൽ നിന്ന് കഴിക്കുമോ? ആണോ? അതിനാണ് പപ്പയുടെ ഫുഡ് കഴിച്ച് മടുത്തോ? അപ്പൊ തന്നെ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് മടുത്തല്ലേ? ഇവിടെ ഡേക്കറിയിൽ നിന്ന് ഫുഡ് കിട്ടും, രാവിലെ കിട്ടും, പിന്നെ ഉച്ചയ്ക്ക് കിട്ടത്തില്ലേ, ലഞ്ച് കിട്ടത്തില്ലേ, പിന്നെ പിന്നെ പോരുന്നതിന് മുമ്പ് കിട്ടത്തില്ലേ? 3 നേരം ഫുഡ് ഡേക്കറിയിൽ നിന്ന് കിട്ടും. അപ്പൊ അത് കുഞ്ഞു ബെഡ്സ് ഉണ്ട്. അവിടെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് കുറച്ചു നേരം കളിച്ചാൻ പറ്റും, എന്നിട്ട് ഫുഡ് തിന്നാൻ. ജോണിക്കുട്ടി പ്രീ സ്കൂളിലാണ്. ജോണിക്കുട്ടി അടുത്ത വർഷം, ജോണിക്കുട്ടി ജനുവരിയിൽ ഉണ്ടായത് കൊണ്ട്, അതായത് ഈ വർഷം ഓഗസ്റ്റ് 15 തൊട്ട് ജോണിക്കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകും അല്ലേ? രാവിലെ എണീറ്റിട്ട് എന്നൊക്കെ ചെയ്തേ ജോണിക്കുട്ടി? തന്നെ എന്നൊക്കെ ചെയ്തേ? തന്നെ എനിക്ക് പിന്നെ ഞാൻ ഡ്രസ് മാറി, പിന്നെ പല്ല് തേച്ചു, പിന്നെ തല കീറി. ഒന്നുമില്ല. വാട്ടർ ബോട്ടിൽ ഫില്ലാക്കി അല്ലേ? പിന്നെ ബാഗ് ഒക്കെ എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോണിക്കുട്ടി വെക്കേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ പോകുന്നതുകൊണ്ട് നമ്മൾ ബാഗ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ട് പോകും അല്ലേ? ഒരു എക്സ്ട്രാ ജോഡി ഡ്രസ്സൊക്കെ അല്ലേ? പുറത്ത് നല്ല തണുപ്പാ ഇന്നോട്ട്. ആളോ ഇത് സ്കൂളിൽ പോലെ എങ്ങനെയുണ്ട്? ആണോ? പപ്പയൊക്കെ ആയിരുന്നു പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. സ്കൂൾ തുറന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ ചൂട് പൊറിച്ചും അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചും കൂടെയാണ് കഴിച്ചിട്ട് പോകുന്നത് അല്ലേ? എല്ലാ ദിവസവും. ചക്കി സ്കൂളിൽ പോവാ അല്ലേ? എക്സൈറ്റഡ് ആണോ? ചക്കിക്ക് ഇന്ന് 8 മണിക്കാ അല്ലേ? എത്ര മണി വരെ ഉണ്ട് ചക്കിക്ക്? 1 മണി വരെ. രാവിലെ ഇന്ന് ഒരുമിച്ച് നടന്നു പോകും. ചില ദിവസം മാളുവിന് 8 മണിക്കും ചക്കിക്ക് 8:45 അല്ലേ? എല്ലാ ദിവസവും 11 മണി രാവിലെ 11 മണി 10 മണിയാകാണ്ട് എണീക്കത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് നേരത്തെ എണീറ്റുന്നുണ്ടല്ലേ? വാച്ച് ഡേക്കറിക്കുന്നുണ്ട. ജോണിക്കുട്ടി പുറത്ത് പോകുമ്പോ എന്നൊക്കെ ഡ്രസ്സ് ജോണിക്കുട്ടി ഇടുന്നേ? ആദ്യം സെറ്റർ ഇടുവോ? ഓക്കെ. ഏത് പാൻറ് ഇടും? ജോണിക്കുട്ടി ഇപ്പൊ പുറത്ത് പോകുമ്പോ ഇടേണ്ട സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ്. രാവിലെ ഈ ടാസ്ക് ആണ് അല്ലേ? ജോണിക്കുട്ടിക്ക് ഇടാൻ ഇഷ്ടമാണോ? അത്രയല്ല, ഇടാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ? ജോണിക്കുട്ടിക്ക് സമ്മറിലാണ് ഭയങ്കര ഇഷ്ടം അല്ലേ? കുറച്ച് ഡ്രസ് ഇട്ടാ മതി. ഇത്ര ഡ്രസ് ഇട്ടിട്ട് പുറത്ത് പോയിക്കുമ്പോൾ തണുക്കുമോ ജോണിക്കുട്ടിക്ക്? ഇല്ല, പക്ഷെ ചിലപ്പോൾ ചൂടിക്കും. ബിക്കോസ് ഓൾവേസ് ഞാൻ തണുപ്പുള്ള സ്ഥലത്ത് ഫിഷ് കുറേ ഇട്ടു ഡ്രസ്സ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ചൂട്. അതായത് ഇപ്പോഴും നമ്മുടെ ബോഡി ചൂടായിട്ടിരിക്കണം. അപ്പൊ പുറത്ത് പോയി കളിച്ച് കഴിയുമ്പോഴേക്കും നല്ല ചൂടായിട്ടിരിക്കും അല്ലേ? രസക്കുട്ടനെ പോലെ ചൂടായിട്ടിരിക്കണം. മുഖത്ത് തണുപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് അങ്ങനെ ജോണിക്കുട്ടി മാറ്റി വെക്കും അല്ലേ? പെട്ടെന്ന് എടുത്തോ, സമയമായിട്ടായി നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് മൈനസ് എത്ര 13 ഫീൽസ് ലൈക്ക് -16 വെട്ടമായി വരുന്നുള്ളൂ. ഇപ്പോൾ 8 മണിയാകാൻ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ജോണിക്കുട്ടി വണ്ടിയിൽ കയറിക്കോ. 5 മിനിറ്റ് ഉള്ളൂ. വാ. അങ്ങനെ മാളുവിൻ്റെ ചക്കിയുടെ സ്കൂളാണ്. 6ാം ക്ലാസ് വരെയാണ് ഈ സ്കൂളുള്ളത്. അത് കഴിഞ്ഞാൽ മാളു അടുത്ത വർഷം ഈ വർഷം ഓഗസ്റ്റ് കഴിയുമ്പം വേറെ സ്കൂളിലേക്ക് മാറും. ജോണിക്കുട്ടി കയറി ഡോർ അടച്ചോണ്ടിട്ട്. അങ്ങനെ നമ്മൾ ജോണിക്കുട്ടിയുടെ ഡേ കെയറിലെത്തി. ബാഗ് പപ്പടയിലുണ്ട്. അതല്ലേ പപ്പടയിലുണ്ട്. അത് പിടിക്കുന്നുണ്ടോ? പിടിച്ചോട്ടോ. ഓൾമോസ്റ്റ് ഇവർ ഡേ കെയറിൽ ഒരു മൈനസ് ആയാലും എത്ര തണുപ്പായാലും അതുപോലെ തന്നെ മഴയായാലും വെയിലായാലും ഒരു 2 മണിക്കൂറെങ്കിലും പുറത്ത് ഇവരെ കളിപ്പിക്കും. എല്ലാരും ഇങ്ങോട്ട് വന്നു. നമ്മൾ വന്നു കഴിയുമ്പോൾ കൈ കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് പോകാനല്ലേ ജോണിക്കുട്ടി? അപ്പം അപ്പം പോവാട്ടോ. ബൈ അമ്മ. യേശക്കുട്ടനെയും കൊണ്ട് ഇന്ന് നമ്മൾ എവിടെ പോവാ ചിക്കു?
ബേബി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ചക്കി സ്കൂൾ കഴിഞ്ഞ് വന്നു. സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നോ? ചക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ബ്രെഡ് കഴിക്കുവാണ്, സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുവാണ്. സാധാരണ ഇവർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് അപ്പോൾ ഇവർ ഫുഡ് ഓൾറെഡി എത്ര മണിക്ക് ചക്കി ഇന്ന് സ്കൂളിൽ നിന്ന് കഴിച്ചേ? 12 മണിക്കാണോ? ആണോ? എന്നായിരുന്നു സ്പെഷ്യൽ? എന്നായിരുന്നു ഫുഡ്? എന്നായിരുന്നു? ഇന്നാണെങ്കിൽ ബ്രെഡും പിന്നെ മീറ്റ് സൂപ്പാണ്. മീറ്റ് ബീഫാണോ? നല്ല ഫുഡായിരുന്നോ? വയറിറച്ചി കഴിച്ചോ? നടന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു? സ്നോയിലായിരുന്നോ? ആണോ? മുഖത്തേക്ക് ഒത്തിരി വീണല്ലേ? ആണോ? ചക്കിയുടെ എക്സാം കഴിഞ്ഞ ദിവസം എക്സാം കഴിഞ്ഞത് ഫില്ലിംഗിൽ എക്സാം ഇല്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ ചക്കി പഠിക്കുന്ന ക്ലാസ്സില്, ചക്കി ഏത് ക്ലാസ്സിലായിരുന്നു? ചക്കി 3ാം ക്ലാസ്സിൽ. ചക്കിക്ക് ഇന്ന് ചക്കിയുടെ മാർക്ക് കിട്ടിയായിരുന്നല്ലോ, പപ്പനെയും മമ്മേനെ കൊണ്ട് കാണിച്ചില്ലായിരുന്നോ? സ്നോവിനോണ്ടിരിക്കുകയാണ്. ഞാൻ ബേബീനെ കാർ സീറ്റിനായിട്ട് വണ്ടിക്കകത്തേക്ക് പോവുകയാണ്. നല്ല പഞ്ഞി പോലെയുള്ള സ്നോയാണ് വീണോണ്ടിരിക്കുന്നത്. ഓൾറെഡി നോക്കി ഇത്രയായി. ഇപ്പോൾ പൊടി പോലെ വീഴുന്നതുകൊണ്ട് ജസ്റ്റ് വൈപ്പർ ഇട്ട് കഴിയുമ്പോഴേക്കും അങ്ങ് പൊക്കോളും. എടുക്കാൻ പോകാം നമുക്ക്. ചിക്കൻ വേണ്ടി കഴിഞ്ഞാൽ എന്നറിയോ, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണേ. ചിക്കൻ വേണ്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് മനസ്സിലാവും, അപ്പം തന്നെ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. അതുകൊണ്ട് ചിക്കൻ മിണ്ടാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലാണ്. എന്താണ് ചിക്കു പറയാനുള്ളത്? ന്യൂ ബോൺ ബേബി ഷൂട്ട് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അത് പ്രിഫർ ചെയ്യണ കാര്യമല്ല. പക്ഷേ നമ്മൾ ജോൺകുട്ടിയുടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ കറക്റ്റ് ആപ്റ്റ് എനിക്ക് കുറച്ച് ഡേയ്സ് കൂടുതലായതുകൊണ്ട് അവനെ വെക്കുന്ന പൊസിഷനിൽ അവൻ ഇരിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവരാണെങ്കിലും ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള പൊസിഷൻസൊക്കെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. സേഫായിട്ടുള്ള രീതിയിലുള്ള, കാരണം ചില പോസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ബോഡിക്ക് അത്ര സേഫ് ആയിരിക്കില്ല. പക്ഷേ ഇവർ അങ്ങനെ സേഫായിട്ടുള്ള രീതിയിലുള്ളതും ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് അവരുടേതായ ഓരോ സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ഇങ്ങനെ വാമായിട്ട് റാപ്പ് ചെയ്തിട്ട് പിന്നെ അതിനുള്ള പ്ലേസ് എല്ലാം റെഡിയാക്കി അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ആകെ കൊച്ചു കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. കുളി കഴിഞ്ഞ് നേരെ വന്നതുകൊണ്ട് മുടിയെല്ലാം ഭയങ്കര നമ്മൾ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം മറ്റേ ലേഡി ബഗിൻ്റെ ഒരു സംഭവം കിടക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്ന പോലത്തെ ഒരെണ്ണം. പിന്നെ റെയിൻഡിയറിൻ്റെ ഹാറ്റും. ഇത് നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചത്? ഇത് തേമൂന്ന് തോന്നുന്നു. തേമൂന്ന് വാങ്ങിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇവരുടെ കുറച്ചുണ്ട്. പയ്യെ എണീറ്റിരിക്കുന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ കാർ സീറ്റിൽ നിന്ന് എടുത്തില്ല. കുഞ്ഞാവൻ അൺഡ്രസ് ചെയ്യുന്നു കേട്ടോ, പ്രിപ്പയർ ചെയ്യാണ്. റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കുവും കൂടെ വരണ്ട കേട്ടോ. വന്നു കഴിഞ്ഞാൽ കരയും. ചിക്കുവിൻ്റെ സൗണ്ട് കേട്ടാൽ കരയും. സൗണ്ട് കേൾക്കുമ്പോൾ കരയും. നല്ല ക്യൂട്ടായിട്ട് യശക്കുട്ട ഉറങ്ങട്ടെ. ഇവൻ ഉറങ്ങുന്നില്ല അല്ലേ? കൊച്ചിറങ്ങുന്ന ലക്ഷണമില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഉടുപ്പെങ്കിലും എടുത്ത് ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാം. സത്യം, ഇവൻ സകലതും കുളവാക്കി. ജോനിക്കുട്ടി ഇതേപോലെ തന്നെയായിരുന്നു. നമുക്ക് ഒരു ഫോട്ടോയും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സക്സസ് ആയില്ല. നമ്മൾ തിരിച്ച് പോവാണ്. തേഴ്സ്ഡേയിൽ ഒരു ന്യൂ അപ്പോയിൻമെൻ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഏർലി മോർണിംഗിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഹെവി സ്നോയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ്. കൊച്ചിൻ്റെ മുഖത്ത് അൺലോക്ക് അല്ലേ ചെയ്യാറ്? അൺലോക്ക് ഞാൻ ചെയ്ത് പോകണം. യെസ്, ഭയങ്കര സ്നോഫോൾ കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. സ്നോഫാൾ എന്ന് പറഞ്ഞാൽ എന്നാ ഒരു സ്നോഫാൾ അല്ലേ? അതെ, ഇത്രയും ദിവസം സ്നോ ഇല്ലായിരുന്നു. അതെ, അതിൻ്റെ കേടെല്ലാം തീർക്കുന്നുണ്ട് ഇപ്പോൾ. തീർന്നുണ്ട്. നമ്മൾ നേരെ ഇതിട്ടോളാവോ? ഫ്രണ്ടിലത്തെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ഇത് ചെയ്യാം. അയ്യോ മതി, കഷ്ടം. നമ്മൾ ജോണിക്കുട്ടിയുടെ ഡേ കെയറിലെത്തി അല്ലേ? എന്തോരു സ്നോഫാൾ അല്ലേ? അതായത് നമ്മൾ ജോണിക്കുട്ടിനെ വിടുന്ന ഡേ കെയർ 6:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണുള്ളത്. പക്ഷെ നമ്മൾ വിടുന്ന സമയം എന്ന് പറയുന്നത് 8 മണിയാണ്.
7:30 8 മണി തൊട്ട് വൈകിട്ട് 3 മണിയാകുമ്പോഴേക്കും കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ ഡേ കെയർ 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും അല്ലേ? അതുപോലെ 24 hours ഉള്ള ജിം ആയതുകൊണ്ട് ജിമ്മോ ഡേ കെയർ. ചെക്കൻ്റെ ഉറക്കം കണ്ടോ? ചെക്കൻ നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങണം. നോക്കിയേ, അവിടെ അത്രയും തലകുത്തി പറഞ്ഞിട്ട് ഉറങ്ങാത്ത പുള്ളിയാ. ജോണിക്കുട്ടിയൊക്കെ പുറത്ത് കളിക്കുമെന്ന് തോന്നുന്നു. ദിവസം ജോണിക്കുട്ടീനെ 3 മണിയാകുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ഇന്ന് പപ്പ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതുകൊണ്ട് താമസിച്ചുപോയി. എങ്ങനെ ഉണ്ടായിരുന്നു ഡേ കെയർ? നല്ലതായിരുന്നോ? എത്ര നേരമായിട്ട് പുറത്ത് കളിച്ചോണ്ടിരിക്കുമായിരുന്നു? 4 hours ഇല്ല, എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. 2 മണിക്കൂർ, 2 hours. ആ, എൻ്റെ കൊച്ചു ഫ്രണ്ടിൽ കയറിക്കോ, ഫ്രണ്ടിൽ കയറിക്കോ. ആണോ? കൊറേ ദിവസം കൂടി പോയ ഫസ്റ്റ് ഡേ ആയിരുന്നു ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ. ഫുഡ് എന്നാ ഫുഡ് കഴിച്ചേ? പൂറോന്ന് പറഞ്ഞ പൊറിഡ്ജ്. ആ, ഇങ്ങോട്ട് നോക്കി പറ. മീറ്റും പിന്നെ പൊട്ടാറ്റോയും കട്ടിയാക്കിയ ഒരു സൂപ്പ്, പിന്നെ ഒരു യോഗർട്ട്. അതായത് രാവിലെ 8 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൊറിഡ്ജ് കിട്ടി, പിന്നെ 11 മണിക്ക് ലഞ്ച് കഴിച്ചു. പിന്നെ ഇവര് 2 മണിക്കാണ് ഇവരുടെ ഈവനിങ് ഫുഡ്. അത് യോഗർട്ടും പാലും പിന്നെ ജോണിക്കുട്ടി ബ്രെഡ് ഉണ്ടായിരുന്നോ? ഓക്കെ. ചൂട് എടുക്കാൻ തുടങ്ങിയോ? പിള്ളേര് ഇതുപോലെ ജാക്കറ്റ് ഒക്കെ ഇട്ട് പുറത്ത് കളിച്ച് കഴിയുമ്പോഴേക്കും ഇവര് തണുക്കത്തില്ല, നല്ല വാമായിട്ടിരിക്കും. മണ്ണി കളിച്ചിട്ട് മണ്ണ് പരട്ടിക്കൊണ്ട് വരുന്ന പോലെ വിന്ററിൽ ഇത് ഫുള്ള് സ്നോ. പക്ഷെ അകത്ത് കയറുമ്പോൾ അങ്ങ് മെൽറ്റ് ആയിട്ട് വെള്ളമാവും, നനയും. അത് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അത് ഉണങ്ങാനായിട്ട് പറഞ്ഞില്ലേ, ഈ പിറ്റേ ദിവസം സ്മെല്ലായിരിക്കും. കൊച്ചുറങ്ങി. ഫോട്ടോ എടുക്കാൻ പോയിട്ട് അവൻ ഉറങ്ങിയില്ല, ഒട്ടും ഉറങ്ങിയില്ല. എന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് തിരിച്ച് വണ്ടി കയറിയപ്പോൾ അവൻ നല്ലതായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. കരഞ്ഞില്ല അല്ലേ? കരഞ്ഞൊന്നുമില്ല. ഫോട്ടോ മൊത്തം എടുക്കാൻ പറ്റിയില്ല, കാരണം ഉറങ്ങുമല്ലായിരുന്നു. കുറച്ച് 1-2 ഫോട്ടോ പപ്പയുടെ ഫോണിനകത്ത് എടുത്തു, പിന്നെ അവർ ഒരെണ്ണം എടുത്തു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടെ എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയാലോ? അപ്പോൾ അടിപൊളി ദിവസമായിരുന്നു അല്ലേ? ഓ, പറഞ്ഞവരോട് ബേബി വന്ന കാര്യം പറഞ്ഞു വെച്ചാ ആണോ? ടീച്ചറിന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു എല്ലാം കൊച്ചുങ്ങളും പിന്നെ ടീച്ചർമാരെ അവിടെ ലെയറിന് ഞാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ് ക്രിസ്മസ് പറ്റിയത്, എന്തൊക്കെയാണ് ചെയ്തത് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞു ഈ നമ്മൾ ക്രിസ്മസ് എൻജോയ് ചെയ്യും, പിന്നെ നമ്മളാണെങ്കിൽ ബേബി ഉണ്ടായിരുന്നു, എന്നിട്ട് എല്ലാവരും അപ്ലോഡ് തന്നു. ആണോ? അപ്പോൾ അടിപൊളിയായിരുന്നു. അതായത് ഇന്ന് രാവിലെ ഞാൻ ഡേക്കറി പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു പപ്പ പറയരുത്, ഒന്നും പറയരുത്, ബേബി ഉണ്ടായി പറയരുത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടായി എന്ന് പറഞ്ഞേ. അന്നത്തേക്കും പറഞ്ഞു ഇനി ഒന്നും പറയരുത്, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. നമ്മൾ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് അധികം സ്നോ ഇല്ലായിരുന്നു, ഇപ്പം നിറച്ച് സ്നോയായി കിടക്കുകയാണ്. സമയം 4 മണി ആയതുള്ളൂ കേട്ടോ, ഭയങ്കര ഇരുട്ടാണ്. ഹലോ, ഇറങ്ങണ്ടേ? ഇരുട്ടാണോ? നല്ല ഉറക്കം അല്ലേ? ഇനി മഞ്ഞുമാറ്റിലാണ് ഇത് പരിപാടി. ഇഷ്ടം പോലെ സ്നോ ആയിട്ടുണ്ട്. കുറച്ച് നേരം കൊണ്ട് കുറച്ച് ദിവസം നമുക്ക് ആശ്വാസം ഉണ്ടായിരുന്നേ, മഞ്ഞ് മാറ്റാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പണ്ട് എന്തായിരുന്നല്ലേ, വാരി എറിയുന്നു, കോരി തൂന്നു, ഒരു രക്ഷയില്ലായിരുന്നു, കേറണ്ടായിരുന്നു. പക്ഷെ ഇത് എന്നൊക്കെ പറഞ്ഞ ഈ മഞ്ഞത്ത് ഓവറായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, നമുക്ക് ഫ്യൂച്ചറിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. മിസ് ചെയ്തോ ബേബീനെ? ബേബി ഉറങ്ങുന്നത് കൊണ്ട് നമ്മൾ ബെൽസ്റ്റോളിൽ തന്നെ കാർ സീറ്റിൽ തന്നെ ഇരുത്തിയേക്കാണ്. അപ്പോൾ ഇവർക്ക് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമേ ഉള്ളൂ. ഒരു എത്ര നേരം ചെയ്യാണ്ടായിരുന്നു മാളവിന? ചക്കിക്ക 10 minutes ഉണ്ടായിരുന്നുള്ളൂ. മാളവിന കഴിഞ്ഞ എക്സാം കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വല്ലതും വന്നോ? കഴിഞ്ഞ എക്സാം നമ്മളുടെ സോഷ്യൽ എനിക്ക് 9+ കിട്ടി. ഓക്കെ. ചക്കിക്ക് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു, ചക്കിയുടെ റിസൾട്ട് വന്നു. ഇവിടെ പിള്ളേർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എക്സാം ഒക്കെ ഇല്ല എന്നൊക്കെ പണ്ട് ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്കോർ വീട്ടിൽ കൊടുത്തു വിടും, നമ്മൾ എന്നിട്ട് സൈൻ ചെയ്ത് തിരിച്ചു കൊടുത്തു വിടണം അല്ലേ? കുറച്ചധികം ദിവസം കൂടി ചിക്കുവിൻ്റെ ഒരു ചായ കുടിക്കാൻ വേണ്ടി അതായത് 12 ദിവസം, ഇന്ന് 12ാമത്തെ ദിവസമാണ് അല്ലേ?
താങ്ക് യു ഇന്നൊരു കോഫി ഇട്ട് കുറേ വർഷങ്ങൾ കോഫി ഇട്ട് വന്നതിന് ശേഷം നമ്മളൊരു 12 ദിവസമേ കൊടുത്തുള്ളൂ. അതിനാണ് ഈ അഹങ്കാരം അല്ലെ ചിക്കു? ചിക്കുചന്റെ ചായക്ക് ചിക്കു തന്നെ പറയുവാണ് അടിപൊളിയാന്ന്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയുടെയും ഡെലിവറിയുടെയും ഒക്കെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേർക്ക് എൻക്വയറീസ്, അതായത് വിശേഷങ്ങൾ അറിയാനും ഷെയർ ചെയ്യാനും അതായത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് കൊമൻസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം ചോദിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിബാക്കിനെ കുറിച്ച്, അതായത് വജൈനൽ ബർത്ത് ആഫ്റ്റർ സി സെക്ഷൻ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല, എല്ലായിടത്തും അത് ആദ്യത്തെ സി സെക്ഷൻ ആണെങ്കിൽ പിന്നത്തേത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ഓപ്പറേഷൻ തന്നെയാണ് ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സെക്ഷൻ ആണെങ്കിലും ഒരു കൃത്യമായിട്ടൊരു റീസൺ ഇല്ലാതെ ഒരിക്കലും അവർ ഓപ്പറേഷൻ വേണ്ടിയിട്ട് എടുക്കത്തില്ല. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അപ്പോൾ സിസേറിയൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആക്കിയത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾ ആക്കിയതല്ല, ഇവിടെ അങ്ങനെ ഒരു സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ നോർമലി ആദ്യത്തെ ഓപ്പറേഷൻ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ശരിക്കും എനിക്കൊരു പേടിയായിരുന്നു അടുത്ത നോർമൽ ഇതിന് പോകാനായിട്ട്. കാരണം യൂട്രസ് റപ്ചർ ആവും, പിന്നെ എന്താണ് ഓവർ സ്ട്രെസ് വരും, സ്ട്രെയിൻ വരും. പിന്നെ ആദ്യത്തേയിൽ അങ്ങനെ ഒരു ട്രോമ നമുക്കുള്ളപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പേടിച്ച് നമുക്കൊരു ധൈര്യം ഉണ്ടാവത്തില്ല. അത്രയും ഫുൾ 9 മാസത്തോളം ക്യാരി ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും ഒരു വിഷമം വരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കൊരു ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വേറെ ഓപ്ഷൻ നമുക്കില്ലായിരുന്നു. പിന്നെ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ റൂട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഇത് പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് വേറെ അണ്ടർലൈൻ കണ്ടീഷനൊന്നും ഇല്ല, അല്ലെങ്കിൽ വേറെ മരുന്നുകൾ എടുക്കുന്ന ആളല്ല, അല്ലെങ്കിൽ വേറെ റിസ്കുകളൊന്നും ഇല്ലാത്തൊരു ആളുടെ പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസി നോർമലായിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നോർമൽ ഡെലിവറിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ സ്കാനിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടാവും ആ ലാസ്റ്റ് വീക്സ് കഴിഞ്ഞ് കഴിയുമ്പം. കാരണം അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് നമ്മൾ അറിയണം, കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിയണം, അമ്മയും കുഞ്ഞും ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ ചക്കയായിരുന്നല്ലോ ആദ്യത്തെ നോർമൽ ഡെലിവറി വരുന്ന ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്നതിൽ. അപ്പം അത് ഈ പറഞ്ഞ പോലെ 41 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഓക്കെ 42 ആഴ്ച വരെ പോകും, അത് കഴിഞ്ഞ് മാളുവിനെ പോലെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വരുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ 41 ആഴ്ചയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഒരു നോർമൽ ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള. കാരണം ആദ്യത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഒരു 4 മക്കൾ എന്നുള്ളത് നമ്മൾ കല്യാണം കഴിച്ച സമയം തൊട്ട് നമ്മൾ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ആഗ്രഹമുള്ള സംഭവം, കുറച്ചധികം കൂടുതൽ മക്കൾ വേണം എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പം സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 3, അത് കഴിയുമ്പോഴേക്കും നിർത്തണം എന്നുള്ളൊരു ഇത് വരുമായിരുന്നല്ലോ. അപ്പോൾ അല്ലേ, പക്ഷെ ചിലവർ 4 ഇത് കഴിഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 4 മേജർ സർജറി യൂട്രസ് തന്നെ ചെയ്യാന്ന് പറയുമ്പോഴേക്കും നിസ്സാര കാര്യമല്ല അത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തത് വിഷമിച്ചത് മറ്റേ സിസറിയും കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് ചിക്കുവിന് ചിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സ്ട്രഗിളും കൂടുതൽ. അതുപോലെ ചോദിച്ചാൽ സിസേറിയൻ ആണോ നോർമൽ ബർത്ത് ആണോ ഡെലിവറി ആണോ പാടുന്നുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബർത്ത് ടൈമിലുള്ള ആ പെയിന് സംഭവമൊക്കെ നോർമലിൽ തന്നെയാണ് നന്നായിട്ട് ഫേസ് ചെയ്യണത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഹീലിംഗ് ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ഫാസ്റ്റായിട്ട് ഹീലാവും. നമ്മൾ നോർമൽ ലൈഫിലോട്ട് കുറച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും ആ ടൈമിൽ നമ്മൾ അനസ്തേഷ്യ കിടന്ന് മയങ്ങി കിടന്നുകൊണ്ട് അത് അറിയത്തില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് വലിയൊരു മേജർ സർജറി കഴിഞ്ഞിട്ട് ബോഡിയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു ചേഞ്ചസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് റിക്കവറി ഇച്ചിരി സ്ലോ ആണ്. പിന്നെ അത്ര ഒരു സുഖം ഇല്ല. ന്യൂ ബോൺ ഒരു കൈക്കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് ബോഡി മുഴുവൻ അത്രയും സോറിൽ പെയിനിലിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് പ്ലസന്റ് ആയിട്ടുള്ളൊരു ചെറുതായിട്ട് ഇതൊക്കെ ചെയ്തായിരുന്നല്ലോ. നമ്മുടെ അതായത് സ്റ്റേപ്പിൾ ആയിരുന്നു ഇവിടെ. പലയിടത്തും പലതാണ്. അതായത് ടേപ്പ് ഒട്ടിക്കും, പിന്നെ എന്താണ് സ്റ്റിക്ക് ചെയ്യുന്ന, ഗ്ലൂ ചെയ്യുന്നത്, തുന്നിക്കെട്ടുന്നത്. എൻ്റെ കേസിൽ എനിക്ക് സ്റ്റേപ്പിളായിരുന്നു. അതിൽ ലാസ്റ്റ് 2 പഴുക്കുകയും ചെയ്തായിരുന്നു. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ആൻറ്റിബയോട്ടിക് അവർ തരത്തില്ല. അപ്പോൾ പഴുക്കണം തുടങ്ങി കഴിയുമ്പോഴേക്കും അവരത് നോക്കും, ഇൻഫെക്ഷൻ ആവുന്നുണ്ടെന്ന് കാണുവാണെങ്കിലാണ് അവർ ആൻറ്റിബയോട്ടിക് തരത്തുള്ളൂ, അല്ലെങ്കിൽ അവർ തരത്തില്ല. പനിയൊക്കെ ഉണ്ടല്ലോ തരത്തില്ല. അതുപോലെ നമ്മൾ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം പ്രസവരക്ഷ നമ്മൾ ചെയ്യുന്ന മുറിവ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓയിലിട്ട് മസാജ് ചെയ്യാനോ അങ്ങനെയൊക്കെ പാടുള്ളൂ. അപ്പം ഈ നോർമൽ ഡെലിവറിയെ കുറിച്ച് പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയെല്ലാം റൂട്ടീൻ ചെക്കപ്പും സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളും നോർമൽ ലൈഫ് തന്നെയാണ്. നമ്മൾ അങ്ങനെ സ്ട്രെസ്ഡ്. പിന്നെ നോർമലി ഇവർ 2 വർഷമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യിപ്പിക്കുക. 2 വർഷം വെയിറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ കേസിൽ 3 വർഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. മറ്റത് എമർജൻസി ആയതുകൊണ്ടും വലിയ വൂണ്ട് ആയതുകൊണ്ടാണ് അവർ 3 വർഷം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്.
അല്ലെങ്കിൽ 2 വർഷം വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ ബോഡി ഇത് ഹീലാകുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് എല്ലാം നോർമലായിട്ട് നടക്കുന്നവർക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും അതുപോലെ ചെയ്യുന്ന കാര്യം. നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മെഡിസിനോ കാര്യങ്ങളൊന്നും ചോദിച്ചു, ആരോ കമൻറ്റിന് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ പ്രത്യേകിച്ച് മെഡിസിൻസ് ഉണ്ടോ? പനഡോൾ മാത്രം അല്ലേ? പെയിനുള്ള മെഡിക്കേഷൻസ് പനഡോള്, ബുറാന, അതാണ് ഇവർ മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ തരുന്നത്. വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒന്നും ഇവർ കൊടുക്കത്തില്ല. പിന്നെ സ്റ്റിച്ച് ഹീലാവാൻ വേണ്ടി അഡ്വാൻസ് ആൻറ്റിബയോട്ടിക് കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ചെയ്യണ കാര്യമാണ്, അതായത് സോൾട്ട്, ഉപ്പ്, കല്ലുപ്പിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ 6 ബാത്ത് എടുത്തു കഴിയുമ്പോഴേക്കും ഫാസ്റ്റായിട്ട് ഹീലാവുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ എല്ലാ ഡെലിവറിക്കും അല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ അതിന് നേരത്തെ, അതായത് 6 ബാത്തിന് വേണ്ടി ഒരു പ്രത്യേക പാത്രവും സംഭവങ്ങളും കണ്ടു. ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സംഭവം ഉണ്ട്, അതായത് നമ്മുടെ ക്ലോസറ്റിന്റെ മേളിൽ തന്നെ വെക്കുന്നത്. നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് കല്ലുപ്പിട്ട് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ എയർ ഇത് ചെയ്യുമ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബബിൾസ് പോലെ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിനകത്ത് ഇങ്ങനെ വെച്ചാൽ മതി, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ ഉപ്പാണ് ഇരിക്കുന്നത് സൈഡിലേക്ക്. ഞാൻ ഇപ്പം ഇത് ചെയ്താ ഒന്നുകൂടെ വാഷ് ചെയ്യാൻ വെക്കണത്. തേമൂന്ന് വാങ്ങിയതാണേ. സോൾട്ട് വാട്ടറിൻ്റെ ആ സംഭവം മാത്രമാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മേലുവേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ധനന്തരം ഇത് കുഴമ്പൊക്കെ ഇട്ടിട്ടാണല്ലോ തിരുമ്പ്. ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്ക് അത് കാണിച്ചു തരാം, നമ്മൾ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയ്ക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി പേര് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നേക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിലാണ്. ഇത് നമ്മൾ സമേതയുടെ ഹെയർ ഓയിലാണ്. ഇത് വെച്ച് നമ്മൾ മസാജ് ചെയ്യും. ഒരു 15 മിനിറ്റ് തലയിലേക്ക് ഇരിക്കുക. മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപ്പിട്ട് മൂടി വയ്ക്കുക. അതിനുശേഷം ഒരു ദിവസം നമ്മൾ ധന്വന്തരം ഓയിലാണിത്. അപ്പം ഇത് വെച്ച്, ഇത് നമ്മൾ ദുബായി പോയി വാങ്ങിച്ചാൽ കേട്ടോ. അപ്പം ഇത് വെച്ച് നമ്മൾ ഫുൾ ബോഡി മസാജ് ചെയ്യുക. പിന്നെ അതായത് ഇപ്പോൾ സിസേറിയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങാണ്ട് ചെയ്യരുത്, ചിലപ്പോൾ അത് പഴുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ സിസേറിയൻ ആയിരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു, മുറിവെല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ ഇവിടെ സ്ട്രെച്ച് മാർക്കൊക്കെ പോകാൻ വേണ്ടി ഒരു ദിവസം ധന്വന്തരം കുഴമ്പിട്ട് മസാജ് ചെയ്യും. പിറ്റേ ദിവസം നമ്മൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെച്ച് മാർക്ക് ഓയിലുണ്ട്, സമേതയുടെ തന്നെയാണ്. ഇത് നാട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ 6 മാസം മുമ്പ് പോയപ്പം ഒരാളെ കൊടുത്തു വിട്ടതാണ്. അപ്പം അങ്ങനെ മാറി മാറി നമ്മൾ ഇപ്പോൾ 12 ദിവസം, ഇത് 13ാമത്തെ ദിവസമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന അന്ന് മുതൽ, അപ്പം വീട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 11 ദിവസത്തോളം നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധിക്കുന്നുണ്ടെങ്കിൽ 1 മാസം വരെ നമ്മളിങ്ങനെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മ അതങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലതാണ്. നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ 4 ഡെലിവറിക്കും അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ചിക്കു പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അമ്മമാരൊന്നും ഇല്ലെങ്കിൽ എന്തായാലും ഹസ്ബൻഡുമാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ അന്ന് എൻ്റെ അമ്മേനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണ് എനിക്കിതൊന്നും വേദനയൊന്നും വരത്തില്ലായിരുന്നു പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു പരാതി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. എല്ലാ ലൂപ്പ് ഹോളും അടയ്ക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ നേരത്ത് അത് ഈ തുണയാട്ടോ പരീക്ഷിച്ചേ, ഈ സമേതയുടെ തന്നെ, അതായത് 40-ാമതി കഷായം സോപ്പ് കിട്ടും. ഈ സോപ്പ് ഇട്ട് കുളിച്ച് കഴിയുമ്പോഴേക്കും എന്നാ മണം അറിയോ? ഇത് ഓർഗാനിക് സോപ്പാണ്, ഫ്രഷ് ഫീൽ. അതായത് നമ്മുടെ ഈ ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പിന്നെ ലാസ്റ്റ് ചെയ്ത് ഞാനിട്ട് കുളിക്കും കേട്ടോ. ഭയങ്കര സ്മൂത്ത്. സാധാരണ നമ്മൾ നാട്ടിലത്തെ സോപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ശരിക്കും ഡ്രൈ ആവും. പക്ഷെ ഇത് ഭയങ്കര സ്ട്രെച്ച് മാർക്ക് ഓയിൽ കഴുകിക്കളയേണ്ടതാ, ഇത് വെച്ചിട്ടാണ് കഴുകിക്കളയേണ്ടത്. അപ്പോൾ ഈ സോപ്പ് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മൾ കുറേ തെങ്ങിൻ പൂക്കൾ അതിലേക്കും കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. തെങ്ങിൻ പൂക്കൾ അതിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അരിഷ്ടം വാങ്ങിച്ചിട്ടുണ്ട്. അരിഷ്ടമൊക്കെ ചിലർ പറയുന്നത് കുഴിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിന്റെ ഈ അംശമൊക്കെ ഉള്ളത് കൊണ്ട്, മേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയുന്നു പലർക്കും പല. പക്ഷെ നമ്മൾ കഴിഞ്ഞ 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. 15 ദിവസം കഴിയുമ്പോഴാണ് കഷായമൊക്കെ കഴിച്ചു തുടങ്ങേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. പക്ഷെ ചിലരൊക്കെ പറഞ്ഞിട്ട് അരിഷ്ടമൊക്കെ കഴിക്കുമ്പം കൊച്ചിന് കോൺസ്റ്റിപ്പേഷൻ വരുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ 3 ഡെലിവറിക്കും അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യം കഴിക്കാൻ തുടങ്ങിയില്ല. ദശമൂല അരിഷ്ടം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ലേഹ്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു മറ്റേ അരിഷ്ട രുചി ഞാൻ കുടിച്ചു നോക്കിയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ആ പണ്ടത്തെ മറ്റേ അരിഷ്ടത്തിന്റെ പോലത്തെ ടേസ്റ്റ് ഇല്ല. ഇതിന് മധുരം കുറവാ. ഒരു ഞാൻ വിചാരിച്ചൊരു ഗുമ്മില്ല അതിന്. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൊടുന്ന അരിഷ്ടം മൊത്തം പുകുവാന്ന് കുടിച്ചു. കഷായം കുടിച്ചു തീർക്കത്തില്ലായിരുന്നു. ഈ കയ്യിലിരിക്കുന്ന സാധനം വെച്ചാൽ തിന്നാനാണോ തല തൂക്കാനാണോ? ഇത് രാസനാദിച്ചോറിനാണിത്. അങ്ങനെ അത്യാവശ്യം നമ്മളെല്ലാ സാധനം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അതുപോലെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ സംഭവം. അതുപോലെ ചോദിച്ചുകൊണ്ടാട്ടോ ഇത് പറയുന്നത്. അതുപോലെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത്. കുറെ പേര് ചോദിച്ചായിരുന്നു ആ ഡ്രിങ്കിൽ എന്താ ആഡ് ചെയ്തത്, അതായത് എത്ര എണ്ണം വീതം ആഡ് ചെയ്തേന്നുള്ളത്. അപ്പം അതുകൂടെ ഇതില് ഞാൻ കാണിച്ചു കൊടുക്കും അല്ലേ. നമ്മൾ എടുത്തിരിക്കുന്നത് 3 എണ്ണം വെച്ചിട്ടാണ്. അത് ആക്ച്വലി നോർമലി ചുക്കുവിന് പാലുണ്ട്, പക്ഷെ നമ്മൾ അതും കൂടെ കൂടുതൽ കഴിക്കുമ്പോൾ കൂടുതൽ ഗുണം ബേബിക്കും കിട്ടും, അതുപോലെ തന്നെ ചുക്കുനും കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഡയറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ ചുക്കുന് ഭയങ്കര വിശപ്പുള്ള സമയമാണ്. സത്യം നല്ല വിശപ്പ്. അതായത് ചിലപ്പോൾ രാത്രി 12 മണിക്ക്, ചിലപ്പോൾ 1 മണിക്ക്, 3 മണിക്ക് വരെ കഴിച്ച ദിവസങ്ങളുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ 12 ദിവസം അത്രയും ഈസി അല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയി തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നുമില്ല, നമ്മൾ വളരെ ഈസി ആയിട്ട് ഇത്രയും ദിവസങ്ങൾ, ഏറ്റവും ഹാർഡായിട്ട് പോകുമെന്ന് പറഞ്ഞ ദിവസങ്ങളാണ് ഈ 12 ദിവസം. പക്ഷെ എല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് പോയി. പിന്നെ അങ്ങനെ ഒരു അനുഗ്രഹം. അതെ, എല്ലാവരുടെയും കമന്റ്സ് വായിക്കാറുണ്ട്. അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് എല്ലാത്തിനും പോസിബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് റിപ്ലൈ തരാത്തത്. പക്ഷേ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളും അറിയുന്നുണ്ട് കേട്ടോ. എന്തെല്ലാം കാര്യങ്ങളാണ് പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഭയങ്കര ഉപകാരമാണ്. അപ്പം എല്ലാവരോടും അതിന് നന്ദിയുണ്ട്. ചെറുതല്ല അല്ലേ, നമ്മളെല്ലാം അറിയുന്നവരോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു. അതിനകത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു. അത് ചേരുവെങ്കിൽ നമ്മൾ എടുക്കുന്നു, ഇല്ലെങ്കിൽ അതിനെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുത്ത് അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 30 ദിവസമെങ്കിലും ഇങ്ങനെ ഈ മസാജ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിനെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പെട്ടെന്ന് ഇവർക്ക് ഭയങ്കര കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ല ആക്റ്റീവായിട്ട് നടക്കാനൊക്കെ പറ്റും. ചുക്കുവിന് ഇതിനു മുമ്പ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് ചെയ്തുകൊണ്ട് ഗുണമാണ്. ചിലർ പറയും ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തുകാരൊന്നും ചെയ്യുന്നില്ലോ, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻസോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊന്നും ചെയ്യുന്നില്ല, നമ്മൾ പ്രത്യേകിച്ച് ഏഷ്യൻസ് ആണെന്ന് തോന്നുന്നു ഇതുപോലെ കൂടുതൽ കെയർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഒരു ഒതന്റിക് ആയിട്ടുള്ള ശരിക്കും ആയുർവേദ പ്രസവരക്ഷ എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഇച്ചാനാണ്. അതായത് ഡെലിവറി കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഇങ്ങനെ പുറത്താ മറ്റേ കുഴമ്പിട്ടത് തിരുമ്മിത്തരിക, തൂത്തുതരിക, പിന്നെ അതുപോലെ തന്നെ ചൂട് പിടിക്കുക, കുളിക്കുക, തലയിൽ ഇത് മസാജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയേക്കുന്നത് ഇച്ചാൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ അറിയത്തില്ല. പക്ഷേ ആ കിട്ടുന്ന സംഭവം എന്ന് പറയുമ്പോഴേക്കും അതിന് 2 രീതിയിലാണ് എനിക്കതിൻ്റെ ഒരു ഫീലിങ്സ്. അതായത് മെഡിസിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അത് നാച്ചുറലി നമ്മുടെ ബോഡി റിക്കവറായി വരുന്നതാണോ, അതോ ആ മെഡിസിൻ്റെ അതൊക്കെ യൂസ് ചെയ്യണതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഒരു ഇത് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ബോഡി പെയിൻഫുള്ളാണ്, മൈൻഡ് സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഇതായിട്ടിരിക്കണോടത്ത് നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് അത് അങ്ങനെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു കരുതലോടെ അങ്ങനെ കെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീല് ഡിഫറെൻ്റ് ആണ്. അത് എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ നല്ലതായിട്ട് എന്താ പറയാ മനസ്സിൽ നിന്നും ഓർക്കുന്ന കാര്യം തന്നെയാണ്. അവരുടെ എല്ലാം പ്രസവത്തിന്റെ സമയത്തും എനിക്കത് അങ്ങനെ ഇതെല്ലാം ഇത് പൊതുവെ പുറത്തുള്ള എല്ലാവരും ചെയ്യുന്നതാണ്. ഇത് ഞാൻ വലിയ സംഭവമൊന്നും അല്ല, എല്ലാവരും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന സംഭവം തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഗുണമായിരിക്കും. മറ്റു പലരുടെയും ഇങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് പെയിൻ, അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. ചിക്കുവിന്റെ കേസിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞത് ഓക്കെ ആയതിനു ശേഷം ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം ചിക്കു നോർമൽ പോലെ ആകാൻ പറ്റിയിട്ടുണ്ടോ ചിക്കു? അതാ ഞാൻ ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ആകെ മറ്റേ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇതുകൊണ്ട് മറ്റേ കൈ സ്ട്രെയിൻ ആയിട്ട് ഷോൾഡറിന്റെ അവിടെ മസിൽ ഇതായിട്ട് അതിന്റെ പെയിൻ ഉണ്ട്. അതല്ലാതെ മറ്റേ ഡെലിവറിയോടനുബന്ധിച്ചോ അങ്ങനത്തെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇതെല്ലാവർക്കും തന്നെ നോർമലായിട്ട്, പ്രത്യേകിച്ച് പുറത്തുള്ളൂ. ഇപ്പൊ സാധാരണ നാട്ടിൽ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അല്ല ശരിയാണ്, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ളവർ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ മലയാളികൾ മാത്രമല്ല ഇതൊക്കെ ഫോളോ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞ നമ്മുടെ കേസിൽ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ആരും ഇപ്പോൾ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരും അങ്ങനെ നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര വേറെ രീതിയിലുള്ള ഒരു തെറാപ്പിയും കൂടിയാണത്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു കെയർ, ഒരു പരിഗണന, അത് ഒരു ടച്ച്. ഇപ്പൊ നോർമൽ മസാജ് എടുക്കുമ്പോൾ തന്നെ ഒരു ടച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽ നല്ലൊരു ഇതാണല്ലോ, പ്രത്യേകിച്ച് നമ്മളങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടുത്തുകാർക്ക് ഇവരുടെ ബോഡി സ്ട്രക്ചർ അല്ല നമ്മുടെ രീതിയിൽ. പക്ഷെ എന്നാലും ഇവർക്കും ഉണ്ട്. അതായത് തീരെ ഇവര് കെയർ ചെയ്യില്ലാത്ത ആളുകളല്ല. അതായത് ഇവര് ഫുഡ് കഴിക്കുന്നതിൻ്റെ അകത്താണെങ്കിലും ഇവര് സൂപ്പ്, അതായത് ആഡ് ചെയ്യുന്ന ഫുഡ് സംഭവങ്ങളെല്ലാം അവർ നോക്കിയും കണ്ടൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവര് മറ്റേ റിലാക്സിങ് തെറാപ്പിക്കൊക്കെ പോകും. നമ്മുടെ പോലെ ആയുർവേദം അങ്ങനത്തെ രീതിയല്ല, അല്ലാണ്ട് ഇവര് പിന്നെ എന്തെല്ലാം രീതിയിലൂടെയുള്ള റിലാക്സിങ് സംഭവങ്ങളെല്ലാം എടുക്കാൻ പറ്റും, അതൊക്കെ ഇവരും എടുക്കാറുണ്ട്. കൂടുതൽ പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാളെല്ലാം കഴിഞ്ഞതിന് ശേഷം വാട്ടർ സ്പാ ഇതിന് പോകത്തില്ലേ, തെറാപ്പികൾക്കൊക്കെ അവര് സ്പായ്ക്കും സംഭവത്തിനൊക്കെ അവർ പോകും. പിന്നെ അതുപോലെ തന്നെ എക്സർസൈസ്, പോസ്റ്റ്നേറ്റൽ എക്സർസൈസ് ഇവർ പയ്യെ ചെയ്തു തുടങ്ങും. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ വയറ് കുറഞ്ഞത് എനിക്ക് ചിരി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. വയറ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ബേബി പുറത്ത് വന്നപ്പോൾ ആ ബേബിയുടെ ആ ഒരു സൈസ് അങ്ങ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വയറങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ വയറ് കുറച്ചിട്ടുണ്ട്. നമ്മൾ ഫിറ്റ് റേറ്റ് കപ്പിളിന്റെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് നമ്മൾ 1 ഇയർ മുമ്പ്
അങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിന് ടോൺ ആയിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ബേബിയുടെ പാൽ കൊടുക്കുന്ന കുറച്ചൊക്കെ ഇതായതിനു ശേഷം മാത്രം ബ്യൂട്ടി കൺസെപ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശരീരത്തിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. പക്ഷെ ഹെൽത്ത് പരമായിട്ട് നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഒബേസിറ്റി ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കേസിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ നേരവും കൃത്യമായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, ഡിന്നർ കഴിക്കണം, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ ആ കഴിക്കുന്നത് തന്നെ വലിയ എമൗണ്ട് കഴിക്കാതെ ചെറിയ എമൗണ്ട് കഴിക്കുക. പിന്നെ അതിൻ്റെ ഇടസമയത്തുള്ളത് നമ്മളിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ സ്നാക്കിങ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഭവം. പിന്നെ വയർ കെട്ടുന്നതിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പം വയർ കെട്ടുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കൊരു സപ്പോർട്ട് ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഓവർ ടൈറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോയിനെയൊക്കെ അത് എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പം നല്ല റിസൾട്ട് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഷറിൽ നമ്മൾ ബെൽറ്റ് കെട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയസ്റ്റാസിസ് റെക്ടേ എന്ന് പറയുന്നത് മറ്റേ മസിൽസ് അബ്ഡോമിനൽ മസിൽസ് സെപ്പറേറ്റ് ആയേക്കണമെന്നുണ്ടല്ലോ, അത് കൂടാനായിട്ടുള്ളൊരു ഒരു ചാൻസ് കൂടും. പക്ഷെ അത് മാത്രം പോരാ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോസ്റ്റ്നേറ്റൽ എക്സർസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യരുത്. ഈ ഡയസ്റ്റാസിസ് റെക്ടേക്ക് കൂടെ അതിനെ കൂടെ കൺസേൺ ചെയ്തിട്ടുള്ള എക്സർസൈസുകൾ ചൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ സെപ്പറേഷൻ പിന്നെയും കൂടുകയുള്ളൂ, അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യും. അപ്പം അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച്. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഹെൽത്തി ആയിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക, പാൽ കൊടുക്കുക, അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാവുന്നില്ല, 6 മാസത്തേക്ക് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ലുക്കിനെ കുറിച്ച് ഒട്ടും പറയല്ല. പുറത്തുനിന്ന് നമ്മൾ സ്നാക്സ് വാങ്ങുമ്പം ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി ചോറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇനി കറി ഉണ്ടാക്കണം. ബീൻസ് തോരൻ ഉണ്ടാക്കി വെച്ചു. ആയിട്ട് ഞാൻ കുക്കിംഗ് ഒന്നും ജസ്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഡെലിവറി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാവിലത്തെ ടെൻഷൻ, ഇന്ന് എന്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ 10-20 ദിവസമായിട്ട് പിള്ളേർക്ക് വെക്കേഷൻ ആയിരുന്നു. അതുപോലെ ഞാനും ഒരു 2 ആഴ്ചത്തേക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും എടുത്തില്ലായിരുന്നു. ഞാനും ഫ്രീ ആയിരുന്നു. അപ്പോൾ രാവിലത്തെ എണീറ്റ ടെൻഷൻ എന്തുണ്ടാകും, അത് കഴിയുമ്പോഴേക്കും ഉച്ചയ്ക്ക് കറി എന്തുണ്ടാകും, അത് കഴിഞ്ഞ ശേഷം വൈകിട്ടുള്ള എന്താണെന്നുള്ളത്. ശരിക്കും പക്ഷേ എല്ലാം സ്മൂത്തായിട്ട് പോയിട്ട് ഒത്തിരി സുഹൃത്തുക്കൾ നമ്മൾ ചോദിച്ചു എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു വേണ്ട, എല്ലാം നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് ഇത്രയും ദിവസം പോയി. ഇനിയിപ്പോൾ നമുക്ക് ആത്മവിശ്വാസമായി. നാളെ തൊട്ട് ഞാൻ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട്. സാറ്റർഡേ സൺഡേയും പിന്നെ മൺഡേ മോർണിംഗുമാണ് ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. സാറ്റർഡേ സൺഡേ ഡബിൾ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു, കാരണം ബാക്കിയുള്ള ദിവസങ്ങൾ ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. അപ്പം നാളെ മുതൽ ഞാനൊരു കോഴ്സ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. അത് ഫുൾ ടൈം ആണ്, 1 year ആണ്. സ്വീഡിഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ലാംഗ്വേജ് കോഴ്സാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. അല്ലേ ചെക്കു? അത്യാവശ്യം ഇപ്പോൾ ചെക്കു കുറച്ച് ഓക്കെ. പക്ഷേ ഇപ്പോഴും ഞാൻ ഇനിയിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ റെഡിയാക്കി വെക്കുന്നു. പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. അവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ട്, ജോണിക്കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ചിക്കുനുള്ളതും പിന്നെ വൈകിട്ട് ഞങ്ങൾക്കുള്ളതും കൂടെ ഒരു നേരം ഉണ്ടാക്കിയാൽ മതില്ല. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സ്കൂളിൽ പോകുന്നു. അങ്ങനെ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒരു ദിവസം ആഫ്റ്റർ ഡെലിവറി നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ ഒന്നിനും സമയം കിട്ടാറില്ല. രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അതുപോലെ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ബേബി വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? രാത്രി സൗണ്ട് ഉണ്ട്. പിന്നെ വീട്ടില് കുറച്ച് സൈലന്റ് ആയി, വീട് കുറച്ച് സൈലന്റ്. മറ്റേത് ഭയങ്കര ഇവരുണ്ടാവും. ഇവര് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ നിങ്ങള്. മറ്റേത് ഭയങ്കര കളിയും മേളവും. അല്ലായിരുന്നു ജോണിക്കുട്ടി? ജോണിക്കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്തത് ബേബി വന്നതിന് ശേഷം? എന്താണ് ഫീൽ ചെയ്തത്? പുതിയ ഫാമിലിയാണോ? ഓക്കെ, വേറൊരു ഫീൽ അല്ലേ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇത്രയും ദിവസം, ഈ 12 ദിവസമായിരുന്നു ബേബി ഉണ്ടായിട്ട്? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എന്ത് ചെയ്തു? അമേസിങ് ആയിരുന്നു അല്ലേ? എങ്ങനെ ഫുഡൊക്കെ പപ്പന്മാർ അത്യാവശ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിള്ളേർക്ക് ഉള്ളത് സ്പെഷ്യൽ ഫുഡ് ചില ദിവസങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എല്ലാ ദിവസവും ഇവർക്ക് ചോറും കറിയും പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മളെ നേരം പസ്ത ഉണ്ടാക്കല് എന്നൊക്കെയായിരുന്നു പപ്പ ഉണ്ടാക്കി. എല്ലാം മറന്നു പപ്പ ആണ്. അതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് അതിരിക്കും. അങ്ങനെ ജോണിക്കുട്ടിക്ക് എന്നായിരുന്നു പപ്പ ഉണ്ടാക്കിയത് ഏറ്റവും ഇഷ്ടമുള്ളത്? എന്നായിരുന്നു? മക്രോണി. കാരണം മമ്മയാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. ഇത് മമ്മ തിരിച്ചു വന്നോടും വരെ മാള് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. ആദ്യം ബേബിനെ കണ്ടപ്പോ എന്തിനാ കരഞ്ഞേ? ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവണതാണ്. അപ്പൊ ഒരു ക്യൂട്ട് പുതിയ മെമ്പർ നമ്മുടെ ഫാമിലി വരുമ്പോൾ ഞാൻ ഇമോഷണൽ ആയതാണ്. ആണോ? ആണോ ചക്കിയോ? ഞാൻ ഹാപ്പി ആയിട്ട് പുതിയ മെമ്പർ ആണോ? ജോണിക്കുട്ടിക്ക് വേറൊരു ഇതായിരുന്നു. ജോണിക്കുട്ടിക്ക് എന്തായിരുന്നു തോന്നിയേ?
ഹാപ്പി ഫീല്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് നമ്മൾ ഷോർട്സ് ഇട്ട്, അതായത് ആ വീഡിയോ ഒക്കെ തന്നെ മാള് ഫസ്റ്റ് ടൈം ഇങ്ങനെ ബേബിനെ എടുത്തില്ലേ, അന്നേരം കരഞ്ഞല്ലോ. അന്നേരം കരഞ്ഞത്. അന്ന് ആദ്യത്തെ വട്ടം എടുത്തോണ്ട് അപ്പൊ പിന്നെ ഇമോഷണലായി. ഇമോഷണൽ. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഇമോഷണൽ ഒന്നും ഇല്ലല്ലോ, യൂസ്ഡ് ആയില്ലേ? അതുപോലെ ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബേബിയുടെ അടുത്തൊക്കെ ഭയങ്കര കൈൻഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചായിരുന്നു? മാള് വായിച്ചായിരുന്നോ? മാള് കമന്റ്സ് ഒക്കെ ഇടയ്ക്ക് കയറി വായിക്കാറുണ്ട്. മലയാളത്തിൽ മാത്രമായിട്ട് എഴുതുന്നത് മാത്രം മാളിന് വായിക്കാൻ അറിയത്തില്ല, പക്ഷെ മംഗ്ലീഷിൽ എഴുതി കഴിയുമ്പോഴേക്കും മാള് വായിക്കാറുണ്ട്. മാള് വായിക്കാറുണ്ട്. മലയാളം വായിക്കാനും എഴുതാനും പഠിക്കണ്ട മാളു? എങ്ങനെ പഠിക്കണ്ടേ നീ? പക്ഷെ നമ്മൾ പഠിക്കണോട്ടോ അത്. പിന്നെ നമ്മള് മാക്സിമം മലയാളം മാത്രമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ബാക്കി എന്ത് ലാംഗ്വേജും ഇവര് പഠിക്കും. മലയാളം പറയുന്നത്. ഇപ്പൊ ഇവര് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കും, മലയാളം പിന്നെ ഫിനിഷ്, സ്വീഡിഷ് കുറച്ചറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നാ ചോദിക്കും അതിന്റെ ഗുണം എന്താ? നമ്മൾ മലയാളം സംസാരിക്കുന്ന ഗുണം എന്താണ്? അല്ല, മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കംഫർട്ട് തന്നെയല്ലേ. അതായത് വേറൊരു നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷ സംസാരിക്കാന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം, നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. എത്ര ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മുടെ ഒരു ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരുന്ന ഫീലിങ്സിന് ഒരു കുറച്ചുകൂടി ഒരു അല്ലേ ഒരു സ്പെഷ്യൽ ഒരു ഇതായിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും അവർക്ക് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ്, അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജും ഒരു കൾച്ചറും അവർക്കുണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായി കഴിയുമ്പോഴേക്കും ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുവാണെങ്കിലും അവരുടെ ഒരു മെയിനായിട്ടും കംഫർട്ട് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ്. എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന സംഭവമാണ് അത് തന്നെ. അതായത് ഇവര് ഇവിടുത്തെ ഫിൻലൻഡില് ഇവര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം. നമ്മളൊരു ക്ലാസ് കേട്ടതിന് ശേഷം, അതായത് നമ്മൾ ബേബിയെ മാള് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ക്ലാസ് കേട്ടതാണ്. അതായത് നമ്മൾ എന്താണോ നമ്മുടെ അപ്പനും അമ്മയും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ട കുടുംബക്കാർ സംസാരിക്കുന്നത്, ആ ലാംഗ്വേജ് അവരെ പഠിപ്പിക്കണം. ബാക്കി എന്ത് ലാംഗ്വേജ് അവർക്ക് എവിടുന്ന് ഈസിയായിട്ട് പഠിച്ചെടുക്കും. അതുകൊണ്ട് ഇവർ അത്യാവശ്യം നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് തോന്നുന്നു അല്ലേ? ഉണ്ടോ? മാള് പറയുന്നുണ്ടോ? മാളു ചക്കി പറയുന്നുണ്ട്. ജോണിക്കുട്ടിയും പിന്നെ പറഞ്ഞ് പഠിച്ച് വരുന്നു. അപ്പോൾ ഇതാണ് ആ ഡ്രിങ്കിൻ്റെ സാധനങ്ങൾ. അതായത് കാഷ്നട്ട് എല്ലാം 3 വീതം. കാഷ്നട്ട് 3, ആൽമണ്ട് 3, ഡേറ്റ്സ് 3, പിന്നെ ഡ്രൈ ഫിഗ് ഉണ്ടല്ലോ, അപ്പോൾ ആ സംഭവം അതൊരു 3, പിന്നെ ഇതൊരു 12 ഉണക്കമുന്തിരി. ഇത്ര സാധനമേ ഉള്ളൂ. വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർത്തിടും അല്ലേ? 2 മണിക്കൂർ കുതിർത്തിടും. എന്നിട്ട് 1 ഗ്ലാസ് പാലിൽ അരച്ചെടുത്ത് കുടിക്കും. രാവിലെയോ വൈകിട്ടോ ഒക്കെ നല്ലതാണ്. ഇത് പരീക്ഷിച്ച് സക്സസ് ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ പറഞ്ഞായിരുന്നു, വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു, സ്പൈസസ് ഒക്കെ ഇട്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ പാൽ ഇപ്പൊ തൽക്കാലം നമുക്ക് കിട്ടുന്നത് കൂടുതലായിട്ട് നമ്മൾ അവർക്ക് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ അകത്ത് കാൽഷ്യവും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കൂടുതലുള്ളതായതുകൊണ്ട് പാലുണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, അല്ലാണ്ട് പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു പാലുണ്ടാകാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ കഴിച്ച് കൂട്ടി വേദന ഉണ്ടാക്കേണ്ട കാര്യമില്ല. ശരിയാണ്, പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ കഴിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് എക്സ്ട്രാ കാൽഷ്യം കിട്ടുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത് നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ഇപ്പോൾ പാലെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ ഇല്ല, നമ്മുടെ ബോഡിയിൽ നിന്ന് വലിച്ചെടുത്ത് ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ നമ്മളിപ്പോൾ വിറ്റമിൻസ് സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ HBയും ഒക്കെ കൂടുന്നതും, പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടും കാൽഷ്യത്തിൻ്റെയാണ്. പ്രോട്ടീൻ സാധനങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിലിൽ നിന്നും നമ്മുടെ എല്ലിൽ നിന്നൊക്കെ ആയിരിക്കും വലിച്ചെടുക്കുന്നത്. അതുപോലെ നമ്മള് ഇവര് നേരത്തെ മാളുവായാലും ചക്കിയായാലും ജോണിക്കുട്ടിയൊക്കെ ആയാലും അവർക്ക് മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം ജോണിക്കുട്ടിക്ക് 2 വർഷം വെച്ചായിരുന്നു അല്ലേ? അതെ. അപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ കാൽഷ്യം പ്രോട്ടീനൊക്കെ എക്സ്ട്രാ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് 38 വയസ്സാണ്. അപ്പം 30 എബോവ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ, അതായത് പ്രഗ്നൻസി ആയാലും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിലായാലും കുഞ്ഞിന് വേണ്ടതെല്ലാം നമ്മുടെ ബോഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ബോഡിയിൽ നിന്നായിരിക്കും വലിച്ചെടുക്കണം, നമ്മൾ ആവശ്യത്തിന് കഴിക്കുന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പം പിന്നെ ഒരു 40 ഒക്കെ ആകുമ്പോഴേക്കും എല്ലൊടിഞ്ഞെല്ലോടുത്തും കിടക്കാം. അതുപോലെ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ഡെലിവറി ടൈം മാനേജ് ചെയ്ത്? നോർമലി ഡേ കെയർ ഉണ്ട് വേണമെങ്കിൽ, പക്ഷെ നമ്മൾ വിട്ടില്ല. കാരണം ഇത്ര വലുതായതുകൊണ്ട് ഇവിടുത്തെ രീതി അനുസരിച്ച് 24 hours ഉള്ള ഡേ കെയർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിൽ ഓർമ്മ ഉണ്ടാവും. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒത്തിരി ഡേ കെയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ളടത്തായിരിക്കും നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. വീക്ക് ഡേയ്സും പിന്നെ നോർമൽ അവേഴ്സും ഉള്ളത്. നമ്മുടെ പിള്ളേർ വലുതായതുകൊണ്ട് ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഡേ കെയർ ഫ്രീ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ഭയങ്കര ഫണ്ട് കിട്ടുന്നതുകൊണ്ടാണോ എന്നൊക്കെ ഒത്തിരി രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല.
ഡേ കെയറിന് ഫീസ് ഉണ്ട്, നമ്മുടെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് ആണ്. മാളും ചക്കി ജോണിക്കുട്ടി ഒരേ സമയം ഡേ കെയർ പോയപ്പോൾ ഒരു 450 യൂറോ ഒരു മാസം ഡേ കെയറിൽ ഫീസ് ഉണ്ടായിരുന്നു. അപ്പം ഒരാൾ പോകുമ്പോൾ പിന്നെ ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെറിയ കുറവുണ്ടാവും. പിന്നെ എമൗണ്ട് സാലറി അനുസരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ മറ്റു രാജ്യത്തെ അപേക്ഷിച്ചിട്ട് അത് കുറവ് തന്നെയാണ്. പിന്നെ സ്കൂളിംഗ് അത് ഫ്രീ ആണ്. പിന്നെ ടാക്സിലൊന്നും വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ടാക്സ് മാറ്റമല്ല, ഫിൻലൻഡ് നിലനിന്ന് പോണത് തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്നവരുടെ ടാക്സ് മേടിച്ചിട്ടാണ്. ഈവൻ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് വരെ ടാക്സ് മേടിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ആഗ്രഹമാണല്ലോ, മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ്. അവരെ നന്നായിട്ട് വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് അത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ല. അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് തോന്നി കമന്റിലൊക്കെ. നിങ്ങൾ ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ടാണ് പിള്ളേരെ ഇത് ചെയ്യുന്നതൊക്കെ. അയ്യോ, അത് എന്തൊരു മനസ്സായിരിക്കും അല്ലെ? പേരൻസ് ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർക്ക് അറിയാൻ പറ്റും ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഓരോ വളർച്ചയിലും അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും നമ്മൾ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതിലൊക്കെ എത്രമാത്രം നമ്മൾ സഹനങ്ങളിലൂടെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ വിവാഹം കഴിച്ചതിന് ശേഷം മക്കളൊക്കെ ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ സഹനവും സ്നേഹവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇമോഷൻ പോകുന്നത്. അപ്പം അങ്ങനെയൊന്നും അല്ല ഒരിക്കലും. പിന്നെ ചിലർ വീഡിയോ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ രണ്ടുപേരും 100% ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ 100% കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നമുക്കൊരു പണ്ട് ഏത് നമ്മളൊരു ഇന്റർവ്യൂവിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചിക്കു ഇങ്ങനെ ടിക്ടോക്ക് ഒക്കെ തുടങ്ങിയ സമയത്ത് അതിനുശേഷം പതുക്കെ ഇങ്ങനെ അറിയാണ്ട് വന്നു. പിന്നെ ഇടയ്ക്ക് ഇഷ്ടമാണ് നമ്മളെ മെമ്മറീസിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് എടുത്തിടുക. പഴയ വീഡിയോസ് എല്ലാവരുടെയും ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പ്രൈവറ്റ് ആക്കി ഇട്ടു. കാരണം വെച്ചാൽ നമ്മൾ എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് ചുമ്മാ ഇട്ടേക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഒന്നും അറിയത്തൊന്നുമില്ല, എങ്കിൽ പോലും ചെറുതായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതുള്ളൂ. ഇത് പിന്നെ ആളുകൾ ഒരു കുഞ്ഞുണ്ടാകുന്ന ഒരു കണ്ടന്റ് ആയിട്ട് അതൊന്നുമല്ല. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് മൊത്തം അതാണ്. അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതാണ് വരുന്നത്. പിന്നെ ഇതൊരു ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമല്ല. ഞാൻ 100% കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്, ചിക്കു ചെയ്യുന്നുണ്ട്. ചിക്കു ഇപ്പം മെറ്റേണിറ്റി ലീവിലാണ്. എനിക്കും ഒരേ സമയം, അതായത് അപ്പനും അമ്മയ്ക്കും ഒരേ സമയം ഇവിടെ വെക്കേഷൻ എടുക്കുന്നത് 18 ദിവസമാണ്. പക്ഷെ ഞാൻ ഈ 18 ദിവസം എടുത്തില്ല. പക്ഷെ അഡീഷണൽ നേരത്തെ ഡ്യൂട്ടി ചെയ്തത് കൊണ്ട് ഈ 18 ദിവസം നമുക്ക് ജൂണിൽ ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയം 2.5 മാസം നാട്ടിൽ നിൽക്കാൻ വേണ്ടി അതും കൂടെ സേവ് ചെയ്തു. അങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് വ്ളോഗ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒരിക്കലും അതൊരു പ്രൊഫഷണൽ രീതിയിലോട്ട് നമ്മൾ കാണുന്നൊന്നുമില്ല. അതിന്റെ ക്വാളിറ്റി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഇതൊരു പ്രൊഫഷനായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയിട്ടില്ല സോഷ്യൽ മീഡിയ. കാരണം നമുക്ക് ജോലിയുണ്ട്, ജോലിയില്ലാതെ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ്. നമ്മൾ കുഞ്ഞുങ്ങളും നമ്മളായിട്ട് ജീവിച്ചു പോകുന്ന ഇവിടുത്തെ ഈ പുറനാട്ടിലൊക്കെ പോയി സെറ്റിൽ ആയവർക്കറിയാം, അവരുടെ ലൈഫിൽ നിന്ന് അവരെന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷത്തിനുള്ള കാരണങ്ങൾ അവർ തന്നെ കണ്ടുപിടിച്ച് അത് ഫോക്കസ് ചെയ്ത് പോയാലാണ് ജീവിതം മുന്നോട്ട് ഓരോ രസമുള്ളൂ. ഇപ്പം നമ്മുടെ കേസിൽ എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പ് പോകാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിള്ളേരെയും കൂട്ടി അവരും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അവരുടെ വളർച്ച എന്ന് പറയുന്നത് നോക്കിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു പെട്ടെന്ന് വളർന്നു പോവുകയാണ് പിള്ളേരെ. അപ്പം നമ്മൾക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കുഞ്ഞിനെ തൊട്ട് നമ്മൾ അവരുടെ കൂട്ടത്തിൽ ചെയ്യണ ഒരേ കാര്യങ്ങളും വീഡിയോ ആക്കി എടുത്തിട്ട് കഴിയുമ്പോൾ വർഷങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും പഴയ വീഡിയോ കാണുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ മൂവി കാണുന്നതിലും ബാക്കിയുള്ളത് കാണുന്നതിലും കൂടുതൽ നമ്മൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെയാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. ഒരുമിച്ച് ആ സമയത്ത് മെമ്മറീസ് എല്ലാം ഷെയർ ചെയ്യും. പിള്ളേരൊക്കെ ഞങ്ങൾ ഒരുമിച്ചല്ലേ ഈവനിങ്ങിലൊക്കെ പണ്ട് ട്രിപ്പ് പോയതിനെക്കുറിച്ച്, അപ്പോൾ അന്നേരം നടന്ന സംഭവങ്ങളെക്കുറിച്ച് പിള്ളേർ പറയും, അവർ മറന്നു പോകുന്നില്ല. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ സംഭവം തുടങ്ങിയത് തന്നെ. അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ കമന്റുകൾ കണ്ടിട്ടാണ് അല്ലേ? ഭയങ്കര നമ്മുടെ മോട്ടിവേഷൻ അതാണ്. നല്ല 2 വാക്ക് കേൾക്കുമ്പോഴേക്കും നമ്മളങ്ങ് ഭയങ്കര ഹാപ്പിയാണ്, ഒരു രക്ഷയില്ല. ഇതിപ്പോ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവാവ ഇത് ചെയ്ത് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ കുഞ്ഞിനെ നോക്കിയെന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര മ്ലേച്ഛമായ ചോയിലൊക്കെ കമന്റ് ഇട്ടത് നമ്മൾ പറഞ്ഞു കേട്ടായിരുന്നു. അത് വേറൊരു വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്യാം. അപ്പം അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഇത് കണ്ടന്റിന് വേണ്ടിയായിരുന്നോ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല. എന്താണ് അടുത്ത കാര്യം പറ. അപ്പം ഇതാണ് സംഭവം. ഇത് കുതിർത്ത് വെച്ചിട്ട് പാലിലരച്ച് തരുന്നതായിരിക്കും. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഇനി ഞാനിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വൈകിട്ട് ജില്ലേക്കൊന്ന് പോകുന്നത് 5:45 വൈകുന്നേരം 5:45 ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ആരുടെ ചിക്കൻ കറി അത് വെച്ച് നോക്കണ്ടി. എനിക്ക് തന്നെ ഒരു സാധനം ഉണ്ട്, റെസിപ്പി ഉണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ അത് വേണ്ട, വേറെ ഇതിൽ വെച്ച് ചെയ്യാം അല്ലേ? ഷാൻജിയോ മതി ഇച്ചായ ഷാൻജിയോടെ വെച്ചുണ്ടാക്കുന്ന എല്ലാം ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയിലായിരുന്നു.
പൊക്കി പറയണമല്ലോ കാരണം നമ്മളിനി ഉണ്ടാക്കാൻ വേണ്ടി അല്ലല്ല നല്ലതായിരുന്നു. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ജോണിക്കുട്ടിയാണ് ഇഞ്ചി ഇടിക്കുന്നത്. ജോണിക്കുട്ടിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ഇഞ്ചി ഇടിക്കൽ, ചിക്കൻ്റെ തൊലി കളയൽ. അപ്പോൾ സവോള അരിയുന്ന ആൾ മാളുവാണ്. ഇനി വഴറ്റുന്ന ആരാണ്? ചക്കയാണോ വഴറ്റുന്നത്? അങ്ങനെ പിള്ളേരും ഞാനോട് കൂടിയിട്ട് ചിക്കൻ കറി വെച്ചു. അത്ര സെറ്റപ്പായെന്ന് അറിയത്തില്ല, ചിക്കൊന്നും കഴിച്ചിട്ടില്ല. ഇനി കഴിച്ച് കഴിയുമ്പോൾ അറിയാം. എരിവ് കുറച്ചോട്ടാക്കേ, അത് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലല്ല, വേറൊരു റെസിപ്പി നോക്കി ചെയ്തതാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല ഡാർക്കായിട്ടിരിക്കും. അതായത് ചിക്കൻ വറുത്താണ് കറി വയ്ക്കാറുള്ളത്, ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. എങ്ങനെയുണ്ട് ചേക്കും? എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കിയല്ലേ, ഇത് അഭിപ്രായം കൂടെ ചോദിച്ചില്ലെങ്കിൽ ഇതല്ലേ. ഇത് ഇങ്ങനെയായിരുന്നുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നു. ഇന്ന് ചിക്കൻ കറി ആണെന്നുള്ളൂ. മീൻ കറി, ഒരു തോരൻ ഉണ്ടാവും, ഒരു ചാറുകറി ഉണ്ടാവും, ഒരു ഫ്രൈ ഉണ്ടാവും. ആള് ഞാൻ പപ്പ എരിവ് കുറച്ചുണ്ടാക്കി. അങ്ങനെ നല്ലതാണോ? തിന്നില്ലേ? ജോണിക്കുട്ടി കഴിച്ചായിരുന്നോ? പിന്നെ എന്നാ നല്ലല്ല തന്നെ. ഞാൻ മോരുകറി ഉണ്ടാക്കിയായിരുന്നു, പിന്നെ ബീൻസ് തോരൻ, പിന്നെ ചിക്കൻ കറി, പിന്നെ പപ്പടം പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് പപ്പടം ലേശം ഒന്ന് വാടിപ്പോയി. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പൊ സമയം എത്ര മണിയാണെന്ന് അറിയാം? 8 മണിയാണ്. നേരൊന്നും ഇരുന്നിട്ടില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കുരിശ് വരച്ചിട്ട് കിടക്കും. പണ്ട് ഞാൻ പറയുന്ന സത്യം, ഞാനതാ പറഞ്ഞേ. നേരായിട്ട് ഞാനൊന്നും ഇരുന്നിട്ടില്ല. മാള് പറഞ്ഞോ ചിക്കൻ കഴിച്ചു നോക്കിയായിരുന്നോ? അപ്പത്തിന് കൂടി നല്ലതായിരിക്കും അല്ലേ? കറി കുറച്ച് അപ്പത്തിന് കുറച്ച് ഇറങ്ങാൻ വെച്ചാലോ? ഞാൻ ഇല്ല മോനെ, അപ്പൊന്നും വേണ്ട, പാടായിട്ടുള്ള പിന്നെ പപ്പടത്തിന്റെ അല്ലേ ഇച്ചിരി ഡാർക്കായിട്ട് അല്ലേ. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. കാര്യമായ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച് രാവിലെ ഫോട്ടോ എടുക്കാനൊക്കെ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ നമുക്ക് അടുത്ത ദിവസം വീണ്ടും നമ്മൾ പോകുന്നുണ്ട്. കാര്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാല്ലേ. ഇപ്പൊ ചുമ്മാ കുറച്ച് വിശേഷങ്ങൾ. മാളുമാണ് ഫുൾ ടൈം. എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം. ഒരാളല്ലേ ഉള്ളൂ, ടൈം വെച്ചെടുക്കുകയാണ്. എനിക്ക് തന്നില്ലാന്ന് ചക്കയ്ക്ക് പരാതി, എനിക്ക് തന്നില്ലാന്ന് ജോൺകുട്ടിക്ക് പരാതി. മാളു പറഞ്ഞ് എനിക്ക് എടുക്കാൻ കിട്ടിയില്ലാന്ന് മാളു നിന്ന്. അപ്പൊ ഇപ്പൊ മാളു എടുക്കുന്നു. കണ്ണിലോട്ട് വെട്ടം അടിക്കാതെ ജോണിക്കുട്ടി കവർ ചെയ്ത് കൊടുക്കുന്നു. മുകളിൽ ലൈറ്റ് ഉള്ളത് കൊണ്ട് നല്ല വെട്ടമാണ്. ചക്കയുടെ ടേണിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.